കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വേറൊരു ക്യാമ്പിംഗ് ട്രിപ്പിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴി ബാക്കിയുള്ള വിശേഷങ്ങൾ ഞങ്ങൾ പറയാം കേട്ടോ. നമ്മളിപ്പോൾ എൻട്രി ചെയ്യുന്നത് മെൽബൺ സിറ്റിയിലേക്കാണ് എൻട്രി ചെയ്യുന്നത്. ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ സ്റ്റക്കായി പോയിരുന്നു. കാരണം ഞങ്ങൾ പോയത് പീക്ക് ടൈം ആയിപ്പോയായിരുന്നേ. അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ലാംഗ്ലാങ് എന്ന് പറഞ്ഞ് വിക്ടോറിയ തന്നെയുള്ളൊരു സ്ഥലമാണ്. ഇത് ബീച്ച് സൈഡാണ്, ബീച്ച് ഫേസിംഗ് ആണ് ഞങ്ങൾ ക്യാമ്പ് സൈറ്റ് എടുത്തേക്കുന്നത്. അന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയി ബാക്കിയുള്ള വിശേഷം നമ്മുടെ ക്യാമ്പ് സൈറ്റൊക്കെ കാണാം കേട്ടോ. അപ്പം നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു, നമ്മുടെ കാരവാൻ എല്ലാം സെറ്റ് ചെയ്തു, നമ്മുടെ പട്ടിക്കുട്ടന്മാരെയൊക്കെ ഇറക്കി പുറത്ത് വെച്ചു. അപ്പം പിള്ളേരൊക്കെ ഇങ്ങനെ കളിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതിപ്പം ഇത് ഫോർഷോറാണേ. അപ്പം ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലം. ഇപ്പം ലോ ടൈഡാണ്, അതുകൊണ്ടാണ് ഈ വെള്ളം അങ്ങ് ഇറങ്ങിപ്പോയി. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഹൈ ടൈഡ്, അപ്പോൾ വെള്ളം ഇങ്ങനെ കയറി വരുവേ. പക്ഷെ നല്ല രസമാട്ടോ ഇവിടെ ഇരിക്കാൻ. അപ്പോൾ ഇച്ചിരി ചായയൊക്കെ ഉണ്ടാക്കി ഇച്ചിരി മിച്ചറൊക്കെ കഴിച്ചിരിക്കുകയാണ്. പിന്നെ പിള്ളേർക്ക് ഇച്ചിരി സോസേജ് വേണമെന്ന് പറഞ്ഞു, അപ്പോൾ അതുകൂടെ ഞാൻ ഉണ്ടാക്കി. അതെ, ഇപ്പോൾ ഹൈറ്റൈഡായി, നല്ല രസമുണ്ട് കേട്ടോ. സ്റ്റീഫനൊക്കെ മീൻ പിടിക്കാനായിട്ടൊക്കെ അവിടെ പോയി നിൽപ്പുണ്ട്. പക്ഷെ ഒന്നും കിട്ടിയില്ല, എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ അത്രേ എടുത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയി. അപ്പോൾ പെട്ടെന്ന് ഇച്ചിരി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ഇച്ചിരി പൊറാത്തയും ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കിയത്. അവരെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഉള്ളു കഴിക്കാനായിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫാമുണ്ട്. അപ്പോൾ അവിടെ പോകാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ എല്ലാവരും റെഡിയായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാമേ. പിന്നെ ഇത് ഞങ്ങൾ എടുത്ത വീഡിയോ സമ്മറിലെടുത്ത കേട്ടോ, അതിൽ അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി താമസിച്ച് പോയി. ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസണാണ്, പക്ഷേ ഇത് ഞങ്ങൾ ട്രിപ്പ് പോയത് സമ്മറിലാട്ടോ.
അപ്പോൾ ഈ കാണുന്നത് അപ്പോൾ അവരുടെ ഫാം അതിൻ്റെ അപ്പുറത്താണ്. അപ്പം ഫാമിൽ നിന്ന് പശുക്കളെ കൊണ്ടുവരുവാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഒരു റൂമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിൽ നിന്ന് ഇങ്ങനെ ഓരോരോ ഇതിങ്ങനെ കയറ്റിയിട്ടാണ് പാല് കറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ള സമയമായി, അതിനായിട്ടാണ് ഈ പശുക്കളെല്ലാം ഇങ്ങനെ നിരനിരയായിട്ട് വരുന്നത്. കുറേ ഉണ്ട് കേട്ടോ, നല്ല രസമായിട്ട് കാണാൻ. നമ്മൾ മുമ്പേ കണ്ട പശുക്കളെല്ലാം കൂടി ഇങ്ങനെ നിരനിരയായിട്ട് അപ്പോൾ ഈ മെഷീനിലേക്കാണ് കയറുന്നത്. എന്നിട്ട് ഓരോരോ ഇങ്ങനെ അറകൾ പോലെയാണ്. അത് കഴിഞ്ഞ് അത് ഇങ്ങനെ അതിൻ്റെ മെഷീൻ അവിടെയുണ്ട്, അതിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് പാല് കറക്കുന്നത്. ദേ നോക്കി എന്തോരം പശുക്കളാണ്. അപ്പം ഇത് കയറുന്നതെന്ന് പറഞ്ഞ് ഈ ഒരു എൻട്രി കൂടെ, ഈ വാതിലിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് ഒറ്റ റൗണ്ട് ഇങ്ങനെ പോയിട്ട് അപ്പുറത്തൊരു വാതിലുണ്ട്, അതുവഴി ഒന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഈ കാണുന്നത് കഫറ്റേറിയ കേട്ടോ. ഇവിടെ വന്നിട്ട് അപ്പുറത്തോട്ട് നമുക്ക് ഇരിക്കാനൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മൾ തിരക്കായത് കാരണം അവിടുത്തെ വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അവിടുന്ന് ഞങ്ങൾ ഷേക്കും ഐസ്ക്രീമും ഒക്കെ കഴിച്ച് നല്ലതായിരുന്നു കേട്ടോ.
അപ്പോൾ വൈകുന്നേരമായി സൺസെറ്റായി ഇവിടെ ഞാനൊരു കാപ്പിയൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കുക കേട്ടോ. നല്ല രസമായിട്ട് ഇത് കാണാൻ. അത് ഇതിൻ്റെ ഒരു ഫീൽ എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല രസമായിട്ടോ. നമ്മുടെ ഡിന്നറിനുള്ള പെട്ടെന്ന് ഇച്ചിരി ചോറും കറിയൊക്കെ ഉണ്ടാക്കുവാണ്. മീനൊക്കെ വറുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവിടെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ കിടക്കാൻ പോകട്ടോ. അപ്പം നമ്മുടെ ക്യാമ്പിംഗ് ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ 3 ദിവസം വളരെ നല്ല ഓർമ്മകൾ മാത്രമാണ് തന്നിരുന്നത്. കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇനിയും നമ്മളിവിടെ വേണമെന്ന പ്രതീക്ഷയിൽ നമ്മളിപ്പോൾ പോവുകയാണ്. എല്ലാം പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് പിള്ളേരെല്ലാം വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നോടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം നേർന്നുകൊണ്ട് ബൈ.